ജയിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഓ, എന്തൊരു ഇടപാടല്ലേ! പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പോയിട്ട് വാ. പരിശുദ്ധാത്മാവിന് കോൺഫിഡന്റാ, ഇവൻ ജയിക്കും. നിനക്കല്ല ഉറപ്പ്, കേട്ടില്ല? നിനക്കല്ല ഉറപ്പ്. ആർക്ക് ഉറപ്പ്? അങ്ങനെയാണെന്ന് ഞാനൊക്കെ നിൽക്കണം. എനിക്കാണ് വലിയ ഉറപ്പൊന്നുമില്ല ചില കാര്യത്തിനൊന്നും, പക്ഷെ എൻ്റെ അപ്പന് ഭയങ്കര ഉറപ്പാണ്. കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞേ. എൻ്റെ ലൈഫില് ഇപ്പൊ ഒരു ദൈവികമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ഈ കുറച്ച് സമയമായിട്ട് മുണ്ടക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കർത്താവിനെ കൊണ്ടുപോകും. മുണ്ടക്കി എന്ന സ്ഥലത്തേക്ക് വരെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം അവിടെ ഒരു വല്ലാത്ത വ്യാപാരമാണ്. പക്ഷെ പരിശുദ്ധാത്മ തുടർമാനം പറഞ്ഞു, നീ അങ്ങോട്ട് പോ, നീ അങ്ങോട്ട് പോ. ഞാൻ അവിടേക്ക് 4 പാസ്റ്റേഴ്സിനെ വിട്ടു, 6 പാസ്റ്റർമാരെ വിട്ടു. 4 പാസ്റ്റർമാർ വന്നു, അവർ പലരും തിരിച്ചു പോയി. അവസാനം പോകാൻ ആരുമില്ല, എനിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ അവിടെ വന്നു. ആകെ 10 പേരുണ്ട്. അവിടെ വന്നപ്പോൾ ഒരു വാടക, ചെറിയൊരു വാടക കെട്ടിടത്തിൽ നിൽക്കുകയാണ്. 4 മാസമായിട്ട് 4000 രൂപ വാടക കൊടുക്കാനില്ല. അവിടെ ചെന്നപ്പോൾ ആ പുള്ളി എൻ്റെ അപ്പനെ വിളിച്ചു. കേട്ടില്ല? 4000 രൂപ വാടക തരാത്ത നീ എന്തിനാണ് ചർച്ച നടത്തുന്നത് പറഞ്ഞ് അപ്പനെ വിളിച്ച് വാശിക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒരു തിയേറ്റർ അടഞ്ഞു കിടക്കുക. ചെന്ന് കയറി ഹല്ലേലൂയ. അദ്ദേഹത്തോട് പറഞ്ഞു ഇയാൾ, അദ്ദേഹം പറഞ്ഞു 30,000 രൂപ വാടക തരാമെങ്കിൽ എടുക്കാം. 4,000 രൂപ വാടക കൊടുക്കാന്നിട്ടാണ് 30,000 പിടിക്കുന്നത്. ഞാൻ പറഞ്ഞു യെസ്, ഡീൽ ചെയ്ത് 25,000. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ മിണ്ടുന്നില്ല? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ആള് കുടുംബം പൈസ തരാം, അതുവരെ 20 ആമേൻ 20 നിൽക്കട്ടെ. സ്തോത്രം. ഇന്ന് ഞങ്ങൾ അവിടെ കൊടുക്കുന്ന 80,000 രൂപയാണ്. ആരും മിണ്ടണ്ട, കുഴപ്പമില്ല. 4,000 രൂപ കൊടുക്കാനില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ ഇന്ന് ഞാൻ കൊടുക്കുന്ന വാടക 80,000 രൂപയാണ്. 3 വർഷമായിട്ട് മുടക്കമില്ല. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. 10 പേരുമായി തുടങ്ങിയ മീറ്റിംഗ് എനിക്കിപ്പോ ഏകദേശം 500 പേരായി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഒന്ന് കൈകളൊന്ന് അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കാം. അപ്പം നമ്മളിങ്ങനെ തീ പിടിച്ച് നടക്കുക, കേട്ടില്ല? തീ പിടിച്ച് നടക്കുകയാണ്. ഒരു ദിവസം കാസർഗോഡ്, പിറ്റേ ദിവസം കന്യാകുമാരി, അതിൻ്റെ അടുത്ത ദിവസം കുവൈറ്റ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ചില പ്രിയ സഹോദരന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവർ മീഡിയയിലൂടെ നല്ല 2 എഴുത്തെഴുതിയപ്പം എൻ്റെ എല്ലാ വഴിയും അടഞ്ഞു. ആരും മിണ്ടുന്നില്ല. ഞാൻ ഫുൾ ടൈം ഓടിക്കാൻ തുടങ്ങി. ഹെമേൻ. ഇപ്പൊ 37 മാസമായിട്ട് തുടർമാന സ്നാനം നടക്കുന്നു. ആരും മിണ്ടുന്നില്ല. ഞാൻ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഏകദേശം 5000 പേർ വന്നിട്ട് പോയി. ചില ഗ്രാമം മുഴുവൻ വന്നു. ചില ഗ്രാമം മുഴുവൻ വന്നു. ഫ്ലക്സ് ഇല്ല, പരസ്യമില്ല, ഒന്നുമില്ല. ജനങ്ങൾ വരിക. അമ്മേൻ. നിങ്ങൾ മിണ്ടുന്നില്ല. വരിക. ഞാൻ പറയും ദൈവം അയച്ചോണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവം അയച്ചോണ്ട്. കൈകൾ ഉയർ. ദൈവം അങ്ങ് ചെയ്യാം. ആരും മിണ്ടുന്നില്ല. ദൈവം അങ്ങ് ചെയ്യാം. ഇന്നലെ എനിക്ക് കിട്ടിയ കോള്, അമ്മേൻ, അവിടുന്ന് അമ്മേൻ ഇന്നലെ എനിക്ക് കോൾ. കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരി യോഗം മൊത്തങ്ങ് വല്ലാതാക്കിയ വിഷയമൊന്നുമല്ല. അവർക്ക് കണ്ണിന് ഭയങ്കര വേദന, തലയ്ക്ക് ഭയങ്കര വേദന. ആമേൻ. കൊടിഞ്ഞാണെന്നൊക്കെ ഓർത്ത് ഹോസ്പിറ്റലിൽ ചെയ്തപ്പം കുറെ ചെക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ആമേൻ ബ്രെയിൻ ക്യാൻസറാ, അല്ലേ? ക്യാൻസറാ. അത് കണ്ണിലിറങ്ങി. ഇവര് ചാർജ് തലകീഴ വെച്ചു പ്രാർത്ഥിച്ചു വിട്ടു. ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കോള് വരിക, പാസ്റ്ററെ മെഡിക്കൽ കോളേജിൽ പോയി ചെക്ക് ചെയ്തു, അതവിടെ ഇല്ല. പിന്നെ ആ ദേശം ഓക്കെ അല്ലേ? പിന്നെ ആ ദേശം ഓക്കെ അല്ലേ?
നിങ്ങൾ വേണ്ടുന്നില്ല. പിന്നെ ആ ദേശം ഓക്കെ അല്ലേ? പിന്നെ അടുത്ത ഞായറാഴ്ച അവർ 10 എണ്ണത്തെ കൊണ്ടുവരും. നിങ്ങൾ വേണ്ടുന്നില്ല. അടുത്ത ആഴ്ച അവർ തന്നെ എത്ര പേരെ കൊണ്ടുവരും? നിങ്ങൾ മിണ്ടുന്നില്ല. അവർ തന്നെ ഒരു 10 എണ്ണത്തെ കൊണ്ടുവരും. ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ജനങ്ങൾ ഇങ്ങനെ ഒഴുകും. കൈകളെ അടിച്ച് രാമൻ പറഞ്ഞിട്ട് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞോ. ഇന്ന് രാത്രിയിൽ മല്ലപ്പള്ളിയിൽ ജനങ്ങൾ ഒഴുകും. കൂട്ടമായി ജനങ്ങൾ രക്ഷിക്കപ്പെടും. കൂട്ടമായി ജനങ്ങൾ സ്നാനപ്പെടും. വിശ്വസിക്കാൻ പറ്റുന്നവർ കൈകളെ അടിച്ച് എന്തോ ചിലതിവിടെ സംഭവിക്കാൻ പോകുക, എന്തോ ചിലതിവിടെ നടക്കാൻ പോകുക, എന്തോ ചിലതിവിടെ നടക്കാൻ പോകുക. ഹല്ലേലൂയ. ഈ ഞായറാഴ്ച ക്ലാസ്സിൽ 10 സാക്ഷ്യന്മാർ ഇത്ര ഉള്ളായിരുന്നു. നല്ലവനും വല്ലവനൊന്നുമില്ല, അങ്ങനത്തെ സാക്ഷിയില്ല. അത് പറയുമ്പോഴേ ഫോൺ കട്ട് ചെയ്യും. ഒരു സാക്ഷ്യം, ലാസ്റ്റ് എൻ്റെ കൊച്ച് 3 വർഷമായിട്ട് നടക്കത്തില്ലായിരുന്നു, ഇന്ന് ഈ സ്റ്റെപ്പ് ഓടിയ കയറി വന്നു. ഒരു സാക്ഷ്യം, ആരും വേണ്ടതില്ല. ഒരു സാക്ഷ്യം അതായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ കൂടെ ഒരു ചെന്നുണ്ട്, ഓർമ്മയുണ്ടോ ഏതൊക്കെയാന്ന്? ഹല്ലേലൂയ. ഒരു സാക്ഷ്യം അത് ഓർമ്മ, ആമേൻ, അതെൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. വേറൊരു സാക്ഷ്യം പറഞ്ഞത്, ഒരമ്മച്ചി ഇങ്ങനെ വടികുത്തിയ നടന്നേ. അത് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചത്തെ അമ്മച്ചി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി വടിയെടുത്തങ്ങ് എറിഞ്ഞു. അമ്മച്ചി ഇപ്പം വടിയില്ലാതെ നടക്കുന്നത്. അത് കണ്ടാ ചെറിയ പോകുന്നു. ഞാൻ സ്റ്റേജ് വിട്ട് ഇറങ്ങത്തുമില്ല, കൈവച്ച് പ്രാർത്ഥിക്കത്തുമില്ല, ആരുടെ മുടിയും കളയും. എനിക്കറിയാം അത്ഭുതങ്ങൾ ഒരു ദൈവമുണ്ട്. എന്നൊരു മിറക്കിൾ സ്പോട്ട് ഇവിടെ ഓപ്പൺ ആകും. കൈകൾ അടിക്കാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞാൽ കിടക്കും. ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഒരു അമ്മച്ചി ഹാർട്ട് പ്രോബ്ലത്തിന് പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. ഓപ്പറേഷൻ പോയിട്ട് അമ്മച്ചി ഓപ്പറേഷൻ ചെയ്യാതെ ഇറങ്ങിപ്പോകും. അവിടെ നിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഗുളിയുടെ വിഷയമുള്ളത്. ഏറ്റവും മിറക്കൾ, ഈ ആഴ്ച നടന്ന ഏറ്റവും വലിയ മിറക്കൾ. അത് പറയാൻ വേണ്ടി വന്നു, മറന്നുപോയി. ആ സാക്ഷി പറയാനായിട്ട് വന്നേ. ആ സാക്ഷി ഇതായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പുതിയ കുടുംബമാണ്, ആദ്യമായിട്ട് സഭ വരുന്നത്. ഒരു കുഞ്ഞ് 14 വയസ്സുള്ള ചെറുക്കൻ, 14 വയസ്സുള്ള ചെറുക്കൻ വരികയാണ്. അതിന്റെ അമ്മയുടെ അനിയത്തിയാണ് ആ കൊച്ചിനെ കൊണ്ട് വരുന്നത്. വന്നിട്ട് ഭയങ്കര കരച്ചില്. പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവർ ഭയങ്കര ചങ്കുവേദന. കാരണം ഇവന്റെ അപ്പൻ മരിച്ചിട്ട് 1 മാസമായിട്ട്. ഈ 14 വയസ്സുള്ള കുഞ്ഞിന് ഭയങ്കര ചങ്കുവേദന. രാത്രിയിൽ കുന്നേൽ ആശുപത്രി കൊണ്ടുപോയി പെട്ടെന്ന് ECG എടുക്കാൻ പറഞ്ഞു. 4 ECG എടുത്തപ്പോൾ 4-നകത്ത് വേരിയേഷൻ. 14 വയസ്സുള്ള ചെറുക്കന് 4 ECGക്കകത്ത് വേരിയേഷൻ. ഗ്ലോറി ടു ഗോഡ്. ഇവന്റെ ഒരു കണ്ണുകളെ അവൻ വറ്റാതെ കണ്ണിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരു സൈഡ് തന്നെ വേർത്തോണ്ടിരിക്കും. ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ കരിഞ്ഞു പോയി. കാരണം 14 വയസ്സുള്ള ചെറുക്കൻ 4 ECGക്കകത്ത് വേരിയേഷൻ പറഞ്ഞിരിക്കുമ്പോ എങ്ങനെ സഹിക്കും? കരഞ്ഞ് തലയെ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. നീ പോയിട്ട് വാ, ഒന്നും ഇല്ലെന്നു പറഞ്ഞു. അത്രേ ഉള്ളൂ, ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അവന്റെ ഞായറാഴ്ച റിപ്പോർട്ട് എടുത്തോണ്ട് വന്നേക്കും. റിപ്പോർട്ട് എടുത്തോണ്ട് വന്നിട്ട് പറയാണ് ഇന്നലത്തെ 4 ECG പ്രോബ്ലം ഉണ്ടെന്ന്. ഇന്ന് മറ്റൊരു ECG നോ, എല്ലാം നോർമൽ. അവിടെ നിന്ന് 10 പേര് വരത്തില്ലേ? നിങ്ങൾ വേണ്ടതില്ല, വരത്തില്ലേ? ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ചലിക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ കൈകൾ അടിച്ചോ. എന്തോ ഇവിടെ ചിലത് തുറക്കും. ആരും വിടുന്നില്ല. എന്തോ ചിലത് ഇവിടെ തുറക്കും. കൈകളൊന്ന് തട്ടിയാമെൻ പറഞ്ഞ് എന്തോ. എനിക്ക് ഭയങ്കര രോഗം ഉണ്ടായിരുന്നു. എന്റെ രോഗം എന്ന് പറഞ്ഞാൽ വെച്ചാൽ എന്റെ ഹാർട്ടിനകത്ത് പ്രോബ്ലം. നിങ്ങൾ വീട്ടിൽ പോയി ചെക്ക് ചെയ്യണം. ഇപ്പം ചെക്ക് ചെയ്യരുത്.
ഹല്ലേലൂയ. HOCM എന്ന് പറഞ്ഞ രോഗം, അതെന്ന് പറഞ്ഞാൽ ഒരു 500 പേർക്ക് ഒരാൾക്ക് വരുന്ന ഒരു അസുഖം. ഹല്ലേലൂയ. ബാസുവിന്റെ അകത്ത് വന്നിട്ട് എനിക്കറിയത്തില്ല അത് എന്താ പ്രോബ്ലം അറിയത്തില്ല. ഈ കാലിൻ്റെ ഒക്കെ മസിൽ കയറുന്ന ചങ്കിനകത്ത് മസിൽ ഭയങ്കര, അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ കാർഡിയക് ഡെത്ത്, നിൽക്കി മരിച്ചു. ആമേൻ. ഒരു ദിവസം പ്രസംഗിക്കാൻ പോയി, ഭയങ്കര പെയിനായി, ആശുപത്രി കൊണ്ടുപോയി. ഭാരത് ഹോസ്പിറ്റലിൽ ചെന്നു. അവർ എനിക്ക് അറ്റാക്കാന്ന് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, സൗഖ്യമായില്ല. അവിടെ നിന്ന് വന്ന് വെല്ലൂരിൽ ട്രീറ്റ്മെൻറ്റിലായി. അപ്പോൾ വെല്ലൂർ വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് HOCM ആണ്, ജീവകാലം മൊത്തം മരുന്ന് കഴിക്കണം, ശബ്ദം ഉയർത്തി പ്രസംഗിക്കരുത്. ആമേൻ. ഭയങ്കര പ്രോബ്ലമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കുവൈറ്റിൽ ഒരു മീറ്റിന് പോകണം. അന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കൊച്ചിന് 2 വയസ്സ്. എനിക്ക് ആ കൊച്ചിനെ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനന്ന് മസ്കറ്റിൽ ചെന്നു. അന്ന് ബാവച്ചെറിയാൻ പാസ്റ്റർ അങ്ങനെ ചില ദൈവദാസന്മാർ ഒരുമിച്ചുണ്ട്. ഞാനന്ന് പാസ്റ്റർ മടിയിലോട്ടങ്ങ് വീണു. പാസ്റ്റർ കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പാസ്റ്റർ റോണിച്ചാരെല്ലാം കരഞ്ഞ് പ്രാർത്ഥിച്ച് അവർ ഓരോ വയസ്സ് പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. ഞാൻ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അവരിക്ക് പോന്നു. ഞാൻ അവിടെ നേരെ കുവൈറ്റിൽ മീറ്റിങ്ങിന് പോയി. കുവൈറ്റിൽ ചെന്നപ്പോൾ പെയിൻ ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ മരുന്ന് കൂടുതൽ കഴിച്ചു, സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി പറഞ്ഞ എന്താവും, വല്ലതും സംഭവിച്ചെന്നു പറഞ്ഞാൽ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവമേ അവൾക്കൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ പറയാം. അപ്പോൾ അവിടെ ഇങ്ങോട്ട് പറയണം, അച്ഛാ പ്രാർത്ഥിച്ചതല്ലേ, ദൈവം സൗഖ്യമായി കാണും, ചിലപ്പോൾ മരുന്ന് റിജക്റ്റ് ചെയ്തായിരിക്കും, മരുന്നെടുത്ത് കളയാം. ഭാര്യമാർക്കായി സ്വതന്ത്രം ചെയ്തു. ഹല്ലേലൂയ. അല്ലാതെ ഫോണിങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ പെടന്ന് വീണില്ല. പറഞ്ഞു അങ്ങനെ അവിടെ പെടന്ന് വീണാൽ ഞാൻ അവിടെ വീണേനാ. പക്ഷെ ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചതല്ലേ, ദൈവം സൗഖ്യമായി കാണും, മരുന്ന് ചിലപ്പോൾ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഹിലോറിറ്റിക. ആ വാക്ക് കേട്ട പാടെ നമ്മുടെ എന്തെങ്കിലും വിശ്വാസത്തിൽ ഒരു തരികിട്ടായിരിക്കുക. ഞാനെടുത്ത് എറിഞ്ഞു. പിന്നെ 8 വർഷം മരുന്ന് തൊട്ടില്ല, പക്ഷെ ഡോക്ടറെ കണ്ടില്ല. ഇടയ്ക്ക് ചിലപ്പോൾ പേര് വരും, അപ്പൊ ഒരു പേടിയുണ്ട്. ഇതാണ് കഴിഞ്ഞ ദിവസം തുടർമാനമായ മീറ്റിംഗ്, ഭയങ്കര പെയിൻ, വീട്ടിൽ പിണ്ടാൻ പറ്റിയല്ല, ഭയങ്കര പെയിൻ. എന്നിട്ട് പറഞ്ഞു എന്തായാലും 3 സെഷൻ മീറ്റിംഗ് ഉണ്ട്, പ്രസംഗിച്ചിട്ടേ പോത്തുള്ളൂ. കാരണം എനിക്കറിയാം എന്തൊരു പണിയാണെന്ന് എനിക്കറിയാം. പ്രസംഗം കഴിഞ്ഞു, ചെന്ന് നോക്കി ECG എടുക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എടി അത്ഭുതം നടക്കും, ECGക്കകത്ത് വ്യത്യാസം കാണും. ECG എടുത്തപ്പോൾ വേണ്ട, ഒരു വ്യത്യാസമില്ല. പഴയ പോലെ തന്നെ ഹാർട്ടിന് പ്രോബ്ലം. സ്വതന്ത്രം പറഞ്ഞ് ഇറങ്ങി വന്നു. അവിടെ പറഞ്ഞു നമുക്ക് നാളെ സ്വതന്ത്രം, നാളെ എനിക്കും 2 പിള്ളേരുണ്ട്. ഈ ഫ്രണ്ട് ഇരുന്ന് വഴക്കുണ്ടാക്കുന്ന പോലെ കേൾക്കുന്നതില്ലല്ലോ. എനിക്ക് 2 പിള്ളേരുണ്ട്, എനിക്ക് ഇതുപോലെ 2 പിള്ളേരുണ്ട്. ഈ ഫ്രണ്ടിൽ നിന്ന് വഴക്കുണ്ടാക്കുന്ന പോലെ അവരും വഴക്കുണ്ടാകും. അപ്പം അവരോട് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇവരൊന്നും മിണ്ടാതെ അവരെ ഇങ്ങനെ കൂടെ കിടത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം ആശുപത്രി. ഒരു ഹാർട്ട് സർജൻ്റെ അടുത്ത് ചെന്നു. പുള്ളി നോക്കിയിട്ട് എന്നെ നേരെ മൂടി തൊട്ട് നാം പറഞ്ഞു, ഫാദർ എന്നെ പണിയെ കാണിക്കുന്നേ, താങ്കൾക്കറിയത്തില്ല ഈ രോഗം വന്നാൽ പ്രശ്നമാണെന്ന്. മരുന്ന് ആര് പറഞ്ഞിട്ടാ നിർത്തിയേ? ECG ഉണ്ടോ? മാറ്റമില്ല. ഇത് വന്നാൽ ഇത് ജനറ്റിക്കാ, ജീവിതകാലത്ത് ഒരിക്കലും മാറത്തില്ല. അപ്പോൾ ഉള്ള നമ്മള് തെറിച്ചുപോയി വിശ്വാസമൊക്കെ പുള്ളി പതിയെ കുത്തി വിടുക. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ 40 വയസ്സിൽ മരിച്ചാലും ഉണ്ടോ? കാരണം ഇത് വന്നു കഴിഞ്ഞാൽ മരിക്കും. കേട്ടില്ല, ഇത് വന്നാൽ മരിക്കും. 40 വയസ്സിന് മുമ്പ് മരിച്ചാലുണ്ട്. എത്ര വയസ്സുണ്ട്? ഞാൻ പറഞ്ഞു എൻ്റെ വയസ്സൊക്കെ പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു ഇത് മാറത്തില്ല, ഇതുണ്ട്, ഇത് ജനറ്റിക്കാണ്, മരണം വരെ മരുന്ന് കഴിച്ചോളാം. നിങ്ങൾ പോയി ഇത് ശരിക്കും ഉണ്ടെന്ന് മനസ്സിലാകണം, പോയി എക്കോ എടുത്തെന്ന് പറയാൻ. അവിടെ ഞാൻ എക്കോ എടുത്തോണ്ട് ചെന്നു. ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു താങ്കൾ വരാൻ പറഞ്ഞു. ഒന്നും കൂടെ പോയി എക്കോ എടുത്തു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഈ എക്കോയ്ക്കകത്ത് ഈ രോഗം ഇല്ല. നിങ്ങൾ HOCM എന്നുള്ള രോഗം പൂർണ്ണമായിട്ട് മാറിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും ചിലപ്പോൾ ലോകം. ആമേൻ. അതിന്റെ അർത്ഥം ഞാൻ ആ 1 മാസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചു, എല്ലാ ജനറ്റിക് രോഗങ്ങൾ മാറും. ആ 1 മാസം ഞാൻ
അടുപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ജനറ്റിക് രോഗങ്ങൾ മാറട്ടെ. ആ പ്രാർത്ഥിച്ച് മറ്റുള്ളവരെക്കാൾ എന്നെ ദൈവം സൗഖ്യമാക്കി. നിങ്ങൾ ആരും പെട്ടെന്ന് കൈ അടിച്ചത് എന്തോ ഇവിടെ ഒരു ഹീലിംഗ് പോർട്ട് ദൈവം തുറക്കാൻ പോവുകയാണ്. കൈലാടിച്ച് കർത്താവിന് ആരാധന കൊടുത്ത് ഈ സൗഖ്യം നടന്ന് വീട്ടിൽ വന്നു. പിറ്റേ ആഴ്ച അത് പറഞ്ഞു, ചർച്ചിൽ പറഞ്ഞു. ചർച്ചിന്റെ ഒരു ശുശ്രൂഷകൻ, ആ ശുശ്രൂഷകൻ പിറ്റേ വെള്ളിയാഴ്ച വിളിച്ചു പറയുക, പാസ്റ്ററെ അച്ഛാ, എന്റെ മോൾക്ക് അപ്പൻഡിക്സിന്റെ രോഗമായിട്ട് പെട്ടെന്ന് ആശുപത്രിയിൽ പോയി. അവിടെ കുടലിനകത്ത് ഈ പ്രോബ്ലം വന്ന് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. അമ്മേ, ഇവന് കരയും. ഞാൻ പറഞ്ഞു നീ അവിടെ നിൽക്കുക. ഇല്ല, ഞാൻ ചർച്ചയിൽ വരിക. ഞാൻ പറഞ്ഞു ഇല്ലടാ, നീ അവിടെ നിൽക്കുക. ഇല്ല, ഞാൻ ചർച്ചയിൽ വരിക. അവൻ ആ കൊച്ചിനെ വിളിച്ച് ചർച്ചയിൽ കൊണ്ടുപോകും. ഹല്ലേലൂയ. അന്ന് ഞായറാഴ്ച പ്രാർത്ഥിച്ചു, ചൊവ്വാഴ്ച ഓപ്പറേഷനാ. ഹല്ലേലൂയ. ചൊവ്വാഴ്ച അവൻ പറഞ്ഞു, ഞാൻ ആമേൻ. അവൻ പ്രാർത്ഥിച്ചത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ കുഞ്ഞിനെ നോക്കുന്ന കാര്യം ഓർത്താ പ്രാർത്ഥിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി, വെള്ള ഷർട്ടിട്ട് വെള്ള ഡ്രസ് ഇട്ട് തിയേറ്ററിൽ കയറി കിടത്തിയിട്ട് ആ കുഞ്ഞിന്റെ വയറ്റിലൊന്ന് ഞെക്കി നോക്കിയപ്പോൾ വേദനയില്ല. ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അവിടെ അതില്ല. മിണ്ടുന്നില്ല. ഞാൻ എന്താ ഇത് പറയുന്നത്? അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. കൈകളെല്ലാം നാടിച്ച് ദൈവത്തെ സ്തുതിക്ക്. എന്തോ ചില വിടുതലുകൾ ഇതിന്റെ നാടുകളിൽ നടക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട ചിലർ വിടുവിക്കപ്പെടുന്നു. കൈകളെ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിക്ക്. നമുക്ക് ഈ കൺവെൻഷൻ പ്രാസംഗനായാലും ഗസ്റ്റ് പാസ്റ്റർമാരാണേലും നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകാലോ. ഒരു ചർച്ചിലെ പാസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രസംഗിക്കാൻ പറ്റും. കോഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കോഴിമുട്ട ഇടാത്ത കോഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരും വേണ്ടുന്നില്ല. ഹല്ലേലൂയ. പ്രസവിക്കാത്ത പശുവിന് വേണ്ടി പ്രാർത്ഥിക്കണം, പാല് കിട്ടാത്ത പശുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആരും വേണ്ടുന്നില്ല. എല്ലാവരും ഹല്ലേലൂയ. സ്വതന്ത്രം. ഗസ്റ്റ് പാസ്റ്റർക്ക് ഒത്തിരി തിയറിയൊക്കെ പറഞ്ഞിട്ടുള്ള ഹല്ലേലൂയ, ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. പക്ഷെ ഒരു ചർച്ചിലെ പാസ്റ്റർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ അണ്ണന്മാർ പറയുന്ന വലിയ തിയറി ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്കെല്ലാം വിശുദ്ധ പൗരന്മാരല്ലേ, നമുക്ക് ഇവിടെ അധികാരികളൊന്നും വേണ്ടെന്നൊക്കെ അവർക്ക് പ്രസംഗിച്ചിട്ട് പോകാൻ പറഞ്ഞു. അവർക്കൊരു ചർച്ച ഉണ്ടായിട്ട്, ഒരു 4 സെന്റ് സ്ഥലം ഉണ്ടായിട്ട്, ഒരു പള്ളി വെക്കാൻ വേണ്ടിയുള്ള പാസ്റ്ററോട് ചോദിക്കണം വേണമെന്ന്. ആരും വേണ്ടത്തില്ല. ആരും. ഹല്ലേലൂയ. OM രാജകുട്ടി സാർ പറഞ്ഞ പോലെ ഒരു സംഘടന നടത്തുന്നവർക്കറിയാം അതിന്റെ ആവശ്യങ്ങൾ. ഒത്തിരി കാര്യമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാകുമ്പോഴത്തേന് നമ്മുടെ പല പ്രസംഗങ്ങളും ഈ ചർച്ചിനകത്ത് വരുമ്പോൾ അങ്ങ് മാറി. ഹല്ലേലൂയ. ഒരു ദിവസം ഈ അശുദ്ധ ഒരു മറക്കണം. അമ്മേൻ ഒരച്ഛൻ വന്ന് എപ്പോഴും പട്ടിണിയാണ്. അപ്പൊ ആ ഒരാഴ്ച ഒരു തോന്നല് സമ്പത്തുണ്ടാകാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള ATM കാർഡൊക്കെ എടുത്തങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവരിങ്ങനെ എടുത്തൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഒരു സാക്ഷി ഇതായിരുന്നു. ആമേൻ. പാസ്റ്റർ 2 വർഷത്തിന് മുമ്പ് ഒരിക്കൽ ATM കാർഡ് എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആമേൻ. ഒരു ദിവസം 400 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന എൻ്റെ അക്കൗണ്ടിൽ ഇന്ന് 6 ലക്ഷം രൂപയുണ്ട്. ആരും മിണ്ടുന്നില്ല. ഇന്ന് എൻ്റെ അക്കൗണ്ടിനകത്ത് ആരും മിണ്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവം തരും. ആരെങ്കിലും ഒരു ആമേൻ പറയാൻ പറ്റുമോ? നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണം? ആരും നിന്റെ ലൈഫിൽ എന്തൊക്കെ വേണം അതെല്ലാം തരാൻ ശക്തനാണ് ഈ ദൈവം. കരങ്ങളൊന്ന് ഉയർത്തി ആമേൻ പറഞ്ഞു. എന്തോ ഈ ദൂതിങ്ങനെ തിരിഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ കർത്താവ് ചെയ്യുന്നു. പോരാ, എന്തോ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ചെയ്യുകയാണ്. ചിലരെ ദൈവാത്മാവ് നടത്തുകയാണ്. ചിലരെ ദൈവാത്മാവ് തോറ്റ ചിലയിടത്ത് ജയിക്കാൻ നടത്തുകയാണ്. അനേകർക്ക് നിൽക്കാൻ പറ്റാത്ത ചിലയിടത്ത് നിൽക്കാൻ നടത്തുകയാണ്.
കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താണ്. പരിശുദ്ധാത്മ പറഞ്ഞു, നീ ചെല്ല്, ജയിച്ചിട്ട് വാ. കർത്താവ് ചിലരെ വിടുകയാണ്, ജയിച്ചിട്ട് വാ. ആമേൻ. ഇതുവരെ ആരും ജയിക്കാത്ത പൈശാചിക മണ്ഡലം അവിടേക്ക് ചെല്ലുക. ഇനി അടുത്ത വാക്ക് കേട്ടോ. ഇതുവരെ എല്ലാവരുടെ മുമ്പിൽ നിന്നത് ഒരു ചെറിയ പിശാച, കുഞ്ഞു പിശാച, കുട്ടി പിശാച. പക്ഷെ യേശുവിന് മുമ്പിൽ കുട്ടി പിശാചല്ല, സഷാൻ, ലൂസിഫർ. അടുത്ത വാക്ക് കേട്ടെ. ലൂസിഫർ ഇറങ്ങി വന്നവനോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നില്ലേ? നമ്മൾ അവന്റെ സംസാരം കേട്ടോ അവർക്ക് നമ്മുടെ അപ്പന് പോലും ഇതുപോലെ സ്നേഹമില്ലെന്ന് അല്ലേ? വിശക്കുന്നില്ലേ? ഈ ഒത്തിരി സോപ്പിടുന്നവരെ സൂക്ഷിച്ചോണം. ആരുമില്ല. അപ്പനും അമ്മയ്ക്കും ഭർത്താവിനും ഭാര്യയ്ക്കും ഇല്ലാത്ത സ്നേഹം കാണിക്കുന്നവനെ മാറ്റി നിർത്തിക്കണം. ആരും കേൾക്കുന്നില്ല. ഒന്നുകൂടെ സ്വതന്ത്രം ചെയ്തോ? ഇല്ല, ഒച്ചത്തിൽ സ്വതന്ത്രം ചെയ്യണം. ഇതിനൊക്കെയാണ് നിങ്ങൾ വലിയൊരു സ്വതന്ത്രം കൊടുക്കണം. വിശക്കുന്നില്ലേ? വിശക്കുന്നില്ലേ? എന്നിട്ടൊരു ചോദ്യം, നീ ദൈവപുത്രനാണെങ്കിൽ. യേശു വളരെ കൂളായിട്ട് നിൽക്കുക. എന്നോടങ്ങ് ആ ചോദ്യം ചോദിക്കുകയായിരുന്നെങ്കിൽ ഒരു കല്ലല്ല, മല മുഴുവൻ ഞാൻ ആപ്പാക്കിയാണ്. എന്നിട്ട് ഓരോ തൂമ്പാണ്ട് വെട്ടിയാൽ കഴിച്ചാൽ. യേശുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, പിശാചിന് ഒരു അത്ഭുതം ചെയ്തില്ല. ആള് കളിക്കാൻ ഒന്നും ചെയ്യല്ലേ, പേര് കാണിക്കാൻ ഒന്നും ചെയ്യല്ലേ, ആരുടെ മുമ്പിൽ കോളറ മുക്കിയിടാൻ ഒന്നും ചെയ്യരുതേ. യേശു ഒന്നും ചെയ്തു. എന്നെ ഒരു ദൂത് കേട്ടു, ദൈവത്തിനാണെങ്കിൽ യേശു കൂളായിട്ട് നിൽക്കുക. കാരണം പിശാച് എന്ത് ചോദിക്കുവോ അതിന്റെ ഉത്തരം ഇന്നലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വന്നില്ല. പരിശുദ്ധാത്മ ഇറങ്ങിയിട്ട് എന്താ പറഞ്ഞേ? നീ ഇവൻ എന്റെ, അതാണ് ഹോളി സ്പിരിറ്റ്. നീ നാളുകളിൽ നേരിടുന്ന പ്രശ്നത്തിന് നിനക്ക് ഇന്നുകളിലെ ഉത്തരം കിട്ടും. അതാണ് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്. നിങ്ങൾ ഏറ്റെടുത്തില്ല, ഏറ്റെടുത്തു. നാളെ നിന്റെ കുടുംബം നേരിടുന്ന പ്രശ്നത്തിന് ഇന്നുത്തരം. നാളെ നിന്റെ തലമുറ നേരിടുന്ന പ്രശ്നത്തിന് ഇന്നുത്തരം. അതിന്റെ അർത്ഥം പ്രശ്നങ്ങളിലല്ല നീ ഉത്തരം തിരയുന്നത്, നിന്റെ കയ്യിൽ ആദ്യം സൊല്യൂഷൻ ഉണ്ടായിരിക്കും. കൈ ഉയർത്തി ഒരിക്കൽ കൂടി ആമേൻ പറഞ്ഞേ. ഒരിക്കൽ കൂടി ആമേൻ പറഞ്ഞേ. നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങൾ ദൈവം തരാൻ പോകും. നാളുകളിൽ നിങ്ങൾ കയറി പോകുന്ന പ്രശ്നത്തിനുള്ള ഉത്തരം ഇന്നേ ദൈവം തരും. അതാണ് ഹോളി സ്പിരിറ്റ് നടത്തുന്നത്. ഹോളി സ്പിരിറ്റ് എന്താ ഇത്ര ധൈര്യത്തോടെ യേശുവിനെ വിടുന്നേ? പരിശുദ്ധാത്മാൻ അറിയാം ഉത്തരം ഉണ്ടെന്നേ അറിയാം. കേട്ടില്ല? നിന്നെ എവിടേക്കെങ്കിലും ദൈവം വിടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന്. അമ്മേ, ഇപ്പൊ പോകണ്ട എന്റെ പൊന്നു മക്കളെ, പോയിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. ആ വിസ റിജക്റ്റ് ആയില്ലേ, നീ പോയിട്ടൊരു കാര്യം. ആ ജോലി തോറ്റുപോയില്ലേ, പോയിട്ടൊരു കാര്യം. ആരും മിണ്ടുന്നില്ല. അങ്ങനെയൊക്കെ കണ്ടാൽ നിനക്ക് ഇന്ന് ഇവിടെ സ്വതന്ത്രം ചെയ്യാൻ പറ്റും. എന്തെങ്കിലും റിജക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ അവിടെ പോകേണ്ടതല്ല. എന്നാൽ നിന്റെ അകത്ത് ഉത്തരം വന്നോ, നീ അറിയാതെ അതൊക്കെ തുറന്നോളൂ. കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദൂത് കർത്താവ് പറയുന്നു, ഇന്നലകളിൽ റിജക്റ്റ് ആയ പോയ ചില ഇടത്തേക്ക് ദൈവം നിന്നെ ധൈര്യത്തോടെ വിടുന്ന ഒരു സീസൺ വരികയാണ്. കൈകളെ ഒന്ന് അടിച്ച് കർത്താവിനെ ആമേൻ പറഞ്ഞേ. കൈകൾ ഉയർത്തി ഒരിക്കൽ കൂടി യേശുവിന് ആരാധന. ഒരിക്കൽ കൂടി കർത്താവിന് ആരാധന. പെട്ടെന്ന് ഞാൻ ഈ വചനങ്ങൾ നിങ്ങൾക്ക് തന്ന് പ്രാർത്ഥിക്കാം. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൽ, യേശു വളർന്ന പരിശുദ്ധാത്മാവിൽ, യേശുവിന് ഇറങ്ങിയത് പരിശുദ്ധാത്മാവ്, യേശു നിറഞ്ഞത് പരിശുദ്ധാത്മാവിൽ, യേശു നടന്നത്. അടുത്തൊരു വചനം നോക്കിയാൽ നിങ്ങൾ ലൂക്കോസ് അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 10:38. നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്ന്
അവൻ നന്മ ചെയ്തു, പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കി. അപ്പോൾ യേശു ശുശ്രൂഷിച്ചത് പരിശുദ്ധാത്മാവിൽ, നടന്നത് പരിശുദ്ധാത്മാവിൽ. യേശു ശുശ്രൂഷിച്ചത് ഓർക്കെ പറഞ്ഞോ, പരിശുദ്ധാത്മാവിൽ. ജനനം മുതൽ ശുശ്രൂഷ വരെ പരിശുദ്ധാത്മാവ്. ഇനി ലൂക്കോസ് 10 അതിന് വായിച്ച് മാത്രം നിർത്താൻ സമയം തീരുന്നു. 10:21 ആ നാഴികയിൽ യേശു ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ,